ഗൈസ്, നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വയർലെസ് മൈക്കാണ്. ലാസ്റ്റ് നമ്മൾ ഒരു ട്രൈപോഡായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് ട്രൈപോഡായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം എൻ്റെ ശരിക്കും യൂട്യൂബിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് തന്നെയാണ്. കാരണം നമുക്ക് വീഡിയോസ് സൗണ്ട് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് മൈക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല എത്ര സൗണ്ട് കുറച്ച് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ഫോണിൽ എടുക്കുന്ന സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫോണിൽ സൗണ്ട് സ്പീക്കർ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ തീരെ സൗണ്ട് ഇല്ല. അപ്പോൾ നമുക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഒരു മൈക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. സോ അത് തന്ന അങ്കിൾക്ക് ഭയങ്കര താങ്ക്സ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് അങ്കിൾ ഓർഡർ ചെയ്തത്. എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൈക്ക് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് അങ്കിൾ ഓർഡർ ചെയ്ത് തന്നാണ്. സോ താങ്ക് യു സോ മച്ച്. അമ്മയുടെ ഒരു ഫ്രണ്ടാട്ടോ, എന്നെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നൊരു മൈക്കാണ്. സോ അങ്കിൾക്ക് ഭയങ്കര താങ്ക്സ് പറയണം കേട്ടോ. ഞാനത് ഓർഡർ ചെയ്യാതെ വെച്ചതിന് കാരണം നമുക്കിപ്പോൾ ശരിക്കും ഈ മുമ്പ് വരെ ഇമ്പോർട്ടൻ്റ് ട്രൈപോഡായിരുന്നു. അമ്മ വീട്ടിൽ ലീവുള്ള സമയത്തൊക്കെയാണ് മിക്ക ദിവസം ഞാൻ വ്ളോഗ് എടുക്കാറ്. പക്ഷേ ഭയങ്കര ഗ്യാപ്പ് വരെയാണ് വ്ളോഗിന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു മൈക്ക് ഓർഡർ ചെയ്ത് എൻ്റെ ഫോണിൽ തന്നെ മാക്സിമം വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെന്നൊരു തോന്നിയത്. എന്തായാലും എനിക്കത് കിട്ടി. സോ വൺസ് അഗൈൻ അങ്കിൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ മാക്കിൻ്റെ മൈക്ക് പൊട്ടിക്കാൻ സുഹൃത്തുക്കളെ. മൈക്ക് കാണാൻ ഭയങ്കര ചെറുതാട്ടോ, ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. ഇതിനിപ്പോൾ ഇതിൻ്റെ അകത്ത ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ തംബ്നെയിലിന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, നമുക്കത് അൺബോക്സ് ചെയ്യാം. കണ്ടോ, ഇതാണ് നമ്മുടെ സംഭവം. ഇത് വന്നിട്ട് വയർലെസ് ആണ്, രണ്ടെണ്ണമാണ് ഇതിൽ വരുന്നത്. ഇത് ഐഫോണിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ആൻഡ്രോയിഡൊക്കെ ആണെങ്കിൽ ഒരു ആപ്പ് വേണം, അതെന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ബാക്കി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റർവ്യൂവിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ്. സംഭവം കുഴപ്പമില്ല, അടിപൊളി ഒരു മൈക്കാണ്. ഇതിൻ്റെ റേറ്റ് ഇവിടെ എഴുതിയിട്ടില്ല, MRP വിലയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ പറയുന്നില്ല. MRP വില പറയേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ ഓൾറെഡി പൊട്ടിച്ചു, മീൻസ് മേലത്തെ ഒരു സ്റ്റിക്കർ ഇളക്കിയായിരുന്നു. ഇതാണ് നമ്മുടെ മൈക്ക്. എടാ വിഷയ സാധനം നോക്ക്. അയ്യോ പോയേര്, സൂപ്പറായിട്ട് കേട്ടോ. ഇത് എനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാ, ഇനിയിപ്പോൾ പതുക്കെ പഠിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മാനുവൽ കണക്കൊരു സംഭവമാണ്. ഇതിൽ മൊത്തം 2 എണ്ണമാണ് വരുന്നത്. പിന്നെ സിംഗിൾ ഉണ്ട്. ഇതിപ്പോൾ ഞാനും അനിയനും ഉള്ളതുകൊണ്ട് നമ്മൾ 2 എണ്ണം വാങ്ങിച്ചോ. അടിപൊളി. ഇവിടെ ഒരു പവർ ഓൺ ബട്ടൺ വരുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ടത് ഇവിടെ എങ്ങനെ, ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുത്തിയൊക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ സംഭവം അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇത് ചാർജ് ചെയ്യാനൊക്കെ പറ്റും കണ്ടോ. ഇത് ചാർജിങ് ബോർഡാണോ USB ആണോ എന്ന് അറിയത്തില്ല. പോർട്ടൊക്കെ സംഭവം തന്നിട്ടുണ്ട്. അതെ, അതെ ഗൈസ്, ചാർജിങ് ആണ്, ചാർജർ. പിന്നെ ഇതെന്തോ ഒരു കണക്ഷൻ സംഭവം തോന്നുന്നു, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഇനിയൊക്കെ നമുക്കിത് പഠിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ ഫോണിൽ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഗൈസ്, ഐശ്വര്യമായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുത്താൻ പറ്റത്തില്ല, ഇതാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് റേസായിട്ട് കുത്താൻ പറ്റുമോ നോക്കിയാലോ. ഇത് കയറുന്നില്ലല്ലോ, പണിയായ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തോട്ട് നമ്മളിത് കുത്തണമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എന്തോ അല്ലേ. എടാ അത് എങ്ങനെ ചെയ്യുക എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ നോക്കട്ടെ, ഈ ഒരു മാനുവൽ ഒന്ന് നോക്കി നമുക്കൊന്ന്. അതേണ്ട ഈ ഒരു സംഭവം ഇതാണ് നമ്മൾ. ഇത് C ടൈപ്പാണ് കേട്ടോ, നോർമൽ ടൈപ്പ് അല്ല. ഇത് C ടൈപ്പാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, കുറച്ച് പാടാ ഗൈസിൽ. അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഇതെവിടെയും കുത്തിയിട്ട് അങ്ങ് ശരിയാവുന്നില്ല. ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യാനൊക്കെ നോക്കി, നടന്നില്ല. അത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ ചാർജ് ഇല്ല. കാരണം സംഭവം വന്നിട്ടിപ്പോൾ 2 ദിവസമായി, അതുകൊണ്ടാണ് ഇത് ചാർജ് കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചാർജ് ചെയ്താൽ മേ ബി വർക്ക് ആവുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കിത് നോക്കണം, എങ്ങനെയെങ്കിലുമൊക്കെ മൊബൈൽ കടയിൽ കൊടുത്തിട്ടോ ഒക്കെ നമുക്ക് ചെയ്യാൻ നോക്കണം. പിന്നെ ഇത് വന്ന് C ടൈപ്പാണ്. നമുക്ക് എൻ്റെ ഫോണിൽ ഇത് പറ്റില്ല, നമ്മുടെ ഫോണിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇനി അതൊക്കെ മൊബൈൽ കടയിൽ കൊടുത്തിട്ട് ഇനി എന്താണ് ഇതിൻ്റെ റിസീവർ, നമുക്ക് നോർമൽ ടൈപ്പും ഒരു റിസീവറും കൂടെ വാങ്ങിക്കണം. കാരണം എൻ്റെ ഫോണിലേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗം, കാരണം ഞാൻ അതിലാണ് ഏറ്റവും വീഡിയോ എടുക്കാറ്. അപ്പം ഇനി അതൊക്കെ വാങ്ങിക്കണം. പക്ഷെ സംഭവം അടിപൊളി മൈക്കാണ്. 2 എണ്ണം നിങ്ങൾ കണ്ടു കാണും. 2 മൈക്കിനെ ഒന്നും കൂടെ തുറന്ന് കാണിച്ചു തരാം. എന്നാലും ഞാൻ കണക്ട് ചെയ്യാൻ പോയി കുറേ സമയം അങ്ങനെ പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മ അപ്പോഴേക്കും ഒരു ഫോണൊക്കെ വന്നപ്പോൾ അമ്മ അപ്പോഴും സംസാരമായിരുന്നു. ഇത്
പക്ഷെ സംഭവം നല്ല സാധനമൊക്കെയാണ്, നല്ല യൂസാണ് നമുക്ക്, പ്രത്യേകിച്ച് വ്ളോഗിങ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസാണ്. പക്ഷെ എന്താ പറയുക, കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ആപ്പൊക്കെ കയറുന്നത്. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ. 2 മൈക്ക് ഉണ്ട് നമ്മുടെ മാക്കിൻ്റെ, കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ്. ഇതെങ്ങനെ ഓൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പവർ ബട്ടൺ പോലെ വരുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വിസിബിൾ ആവും. ഇതിൽ ബാക്കിൽ പറയുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം ഒരു ആപ്പ് ഉണ്ട്, ഓപ്പൺ ക്യാമറ പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് കയറ്റി കഴിഞ്ഞാൽ പറ്റുന്നതാണ്, പക്ഷെ അതൊന്ന് കയറ്റിയിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നോക്കി. ഇനിയിപ്പോൾ നമുക്ക് നാളെ മൊബൈൽ കടയിലൊക്കെ കൊടുത്ത് ചോദിക്കാം എങ്ങനെയാണെന്ന്. കണ്ടത് 2 എണ്ണമാണ് വരുന്നത്. ക്വാളിറ്റി ഉണ്ട്, സാധനം ക്വാളിറ്റി ഒക്കെ ഉണ്ട്, പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ട്, മോശം പറയുന്നില്ല. ഉള്ള പൈസയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. പിന്നെ വരുന്ന ഒരു റിസീവറാണ്. ഇതാണ് നമ്മുടെ ഫോണിൽ നമ്മൾ കുത്തേണ്ടത്. ഫോണിൻ്റെ ഒരു ചാർജിങ് ബോട്ടിൽ നമ്മൾ കുത്തിയിട്ടാണ് മൈക്ക് വർക്കാവുക. അതൊക്കെ ഇൻസ്ട്രക്ഷനിൽ കണ്ടതാണ്, ഞാൻ ചെയ്തിട്ടൊന്നും നടന്നില്ല കേട്ടോ, എന്താണെന്ന് അറിയില്ല. പിന്നെ ഒരു ചെറിയ ചാർജിങ് ബോർഡ് ഉണ്ട്, ഇപ്പം നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കണം. ചാർജ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നടന്നില്ലെങ്കിൽ നമുക്ക് നാളെ മൊബൈൽ കടയിൽ കൊണ്ട് കൊടുക്കാം. പിന്നെ ഇതെന്താ സാധനം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതൊരു ചെറിയൊരു, ഇവിടെ എന്തോ മൈക്കിൻ്റെ സിമ്പിൾ, ഒരു ഹെഡ്ഫോണിൻ്റെ സിമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു വേറെന്തോ ഒരു സാധനം ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് തന്നിട്ടില്ല. ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കി, പക്ഷേ യൂട്യൂബിലൊന്നും അടിച്ച് നോക്കിയിട്ട് ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഒന്നും ഇതിൽ ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ യൂസർ മാനുവലും വായിച്ച് നോക്കി, ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യണം. ചെയ്തിട്ട് അടുത്ത വീഡിയോ തൊട്ട് നമ്മുടെ മൈക്കിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോ കാണിക്കുന്നതാണ് സുഹൃത്തുക്കളെ. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.